ഏത് വിഷയം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിപ്പോ ഇത്ര ഒരു മണിക്കൂറൊന്നും ഓതാനൊന്നുമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 1 സെക്കൻഡ് കൊണ്ട് ഓതാൻ കഴിയുന്ന ഒരു സംഗതിയല്ലേ, 2 സെക്കൻഡ് കൊണ്ട് ഓതാൻ കഴിയുന്ന സംഗതിയാണ്. പക്ഷെ അതിന്റെ ബറക്കത്ത് എത്രയാണ്? അതിന്റെ ബറക്കത്ത് നമുക്കറിയാലോ അല്ലേ? തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദരി യാ അല്ലാഹ് എന്ന് അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ ഖദ്ദസല്ലാഹു സിറഹു ബദർ മൗലിദിന്റെ തവസ്സുൽ ബൈത്തിൽ ചൊല്ലിയില്ലേ? ബിസ്മില്ല കൊണ്ട് നമ്മൾ തവസ്സുലാക്കുന്നു. എന്താണ് ബിസ്മില്ലാ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ആകാശത്തിലും ഭൂമിയിലുമുള്ള അഥവാ ഉപരിമണ്ഡലത്തിലും ഈ ഭൂഖണ്ഡത്തിലുമുള്ള ഒരു വസ്തുവിനും ബിസ്മില്ലാ എന്ന അല്ലാഹുവിന്റെ പേരിനെ നേരിടാൻ കഴിയില്ല. ബിസ്മില്ലാന്റെ ബർക്കത്ത് എത്രയാണ്? ഒരു റൂമിൽ കയറുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയിട്ട് കയറിയാൽ ആ റൂമിൽ, ആ വീട്ടിൽ ശൈത്താൻ അന്തിയുറങ്ങൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് ഭക്ഷണം കഴിച്ചാൽ, വെള്ളം കുടിച്ചാൽ ശൈത്താൻ അതിൽ പങ്കുചേരൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വീട്ടിൽ കയറുമ്പോൾ പറയണം, പള്ളിയിൽ കയറുമ്പോൾ പറയണം. അതേപോലെ തന്നെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം നബിതങ്ങളുടെ പേരുള്ള സ്വലാത്ത് ചെറിയ വാചകത്തിൽ ചൊല്ലിയാലും വലിയ ബർക്കത്ത്. ചെറിയ ബർക്കത്തല്ല, സ്വലാത്തിന്റെ ബർക്കത്ത്, ഖുർആനിന്റെ ബർക്കത്ത്. അതുപോലെ മഹാന്മാരായ ആളുകളുടെ ബർക്കത്ത് അത് എത്രത്തോളം. ഒരു മഹാന്റെ മഖ്ബറയിൽ ചെന്നിട്ട് അവിടുന്ന് കുറെ ഓതൊന്നും ചെയ്തിട്ടില്ല. അസ്സലാമു അലൈക്കും അതൊരു വാചകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ബറയിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞ സലാം ചെല്ലുമ്പോൾ പറയാൻ വേണ്ടി പഠിപ്പിച്ച ഒരു വാചകമാണ്. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, അത് വേറൊരു വാചകമാണ്. അതുപോലെ ഇനി അല്ലെങ്കിൽ ഖബറിൽ കിടക്കുന്ന ആള് ഒരു വലിയ മഹാനാണ്, അസ്സലാമു അലൈക്കും യാ സയ്യിദി, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും യാ വലിയ അല്ലാഹ്, അങ്ങനെയൊക്കെ സലാം ചെല്ലാനോ, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും യാ അബി, ഇങ്ങനെ ഒരു വാചകം പറഞ്ഞാൽ അതിന് വലിയ ബർക്കത്താണ്. ഒരു സലാം ചെല്ലുന്നതിന് വലിയ ബർക്കത്താണ്, ചെറിയ ബർക്കത്തല്ല, അതിന് വലിയ ബർക്കത്താണ്. അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഒരൊറ്റ അക്ഷരത്തിന് ബർക്കത്ത്. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു. ഇതിനെ സംബന്ധിച്ചാ പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ചാ പറഞ്ഞു. സൂറത്തുൽ ഫാത്തിഹയിൽ ഒരൊറ്റ അക്ഷരം ഓതിയിട്ട് ദുആ ചെയ്താൽ, അതുപോലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകളിൽ നിന്ന് ഒരക്ഷരം ഓതിയിട്ട് ദുആ ചെയ്താൽ ഇല്ലാ ഉതീതഹു, ദുആക്ക് ഉത്തരം കൊടുക്കാതിരിക്കൂല. അപ്പൊ ഒരക്ഷരത്തിന് എത്ര വലിയ ബർക്കത്താണ്, ഒറ്റ ഒരക്ഷരത്തിന് എത്ര ബർക്കത്താണ്. അപ്പൊ ബർക്കത്ത് എന്ന് പറയുന്നത് അത് കുറേ ഉണ്ടാകണം എന്നില്ല, കുറേ സമയം വേണമെന്നില്ല. അല്ലാഹു തആല നൽകാനുള്ള ഒരു നിമിത്തമാണ് ബർക്കത്ത്. അപ്പൊ ഇവിടെ സാദാത്തുക്കളുടെ മഖാമാണ്. ഞാൻ മർക്കസ് സഖാഫത്ത് സുന്നയിൽ മുതഅല്ലിമായി വന്ന കാലം, ആ കാലം മുതലേ ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ അവൈലത്ത് തങ്ങൾ അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എനിക്ക് എല്ലാവിധത്തിലും എൻ്റെ ഒരു പാപ്പയെ പോലെ ഞാൻ കാണുന്ന മഹാൽ വ്യക്തിത്വമാണ്. എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എനിക്ക് ദീനിന്റെ പ്രവർത്തന രംഗത്തും സംഘടനാ രംഗത്തുമൊക്കെ എന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടി അവിടുന്ന് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും ഒരു പേരക്കുട്ടിയെ പോലെ അല്ലെങ്കിൽ മകനെ പോലെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ അഹ്ദൽ അവൈലത്ത് തങ്ങൾ അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹാനവറുകൾ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് ക്ഷണിച്ചതാണ് ഇവിടെ ഉറൂസ് പരിപാടിക്ക്. അന്ന് മുതൽ ഇന്ന് വരെ സാധിക്കുമെങ്കിൽ വരാത്ത ഒരു ഉറൂസും കഴിഞ്ഞു പോയിട്ടില്ല. അല്ലാഹു തആല നമ്മുടെ അമലുകളൊക്കെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പൊ ഇപ്പൊ ഈ യാത്രക്കിടയിൽ ഇവിടെ ഒന്ന് വന്ന് ആ സയ്യിദന്മാരുടെ മഖ്ബറയുടെ സമീപത്ത് ചെന്ന് ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്ത് ബർക്കത്തെടുത്ത് ഇവിടെയുള്ള അവരുടെ മക്കളും പരമ്പരകളും കുടുംബങ്ങളും അങ്ങനെയുള്ള സയ്യിദന്മാരോടൊക്കെ സമ്മതം വാങ്ങി മുതഅല്ലിമീങ്ങളുടെയും ആലിമീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും ദുആ ബർക്കത്ത് വാങ്ങി പോവുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹുവിന്റെ മലക്കുകൾ വമാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, എന്ത് വാചകം പറയുമ്പോഴും റഖീബ് അതീദ് അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. അപ്പൊ ഈ റഖീബ് അതീദ് എഴുതി വെച്ചതൊക്കെ പക്ഷേ പടച്ചവന്റെ മുമ്പിൽ എത്തിയിട്ട് അവിടുന്ന് വെളിച്ചത്ത് വരുമ്പോ അതൊക്കെ വായിക്കാൻ നമ്മളോട് പറയുന്ന ഒരു സന്ദർഭം ഉണ്ട്. അങ്ങനെ വായിക്കുന്ന സമയത്ത് സന്തോഷപൂർവ്വം വായിച്ച് ആ റിസൾട്ട് കണ്ട് സന്തോഷിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.
ഹാ ഉംഖറഊ കിതാബിയ, എന്റെ റിക്കാർഡ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ എന്ന് സന്തോഷത്തോടെ വലിയ റാങ്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ ആ റിസൾട്ട് കൊണ്ടുവന്ന് മാതാപിതാക്കൾക്കും സ്നേഹിതന്മാർക്കും ഗുരുനാഥന്മാർക്കും അതുപോലെ സുഹൃത്തുക്കൾക്കുമൊക്കെ സന്തോഷപൂർവ്വം കാണിച്ചു കൊടുക്കുന്നത് പോലെ ഹാ ഉംഖറഊ കിതാബിയ, എന്റെ കിതാബ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ എന്ന് പറയുന്ന ഒരു സന്ദർഭം സാലിഹീങ്ങൾക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ ഉണ്ട്. അള്ളാഹുവെ, സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ചവർക്കും അതിന് നീ ഭാഗ്യം തരണം റഹ്മാനെ. വവദിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. വെള്ളിയാഴ്ച പകലിലും വെള്ളിയാഴ്ച രാവിലും കൂടുതലായി ഓതൽ സുന്നത്തുള്ള സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല മറ്റൊരു വിഭാഗത്തിന്റെ കിതാബ് നൽകപ്പെടുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. വവദിഅൽ കിതാബു ഫതറൽ മുജ്രിമീൻ, കിതാബ് അതാ നൽകപ്പെടുന്നു, മനുഷ്യന്റെ നന്മതിന്മ എഴുതിയ റിക്കാർഡ് വിതരണം ചെയ്യപ്പെടുന്നു. വവദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീൻ, അപ്പോൾ കുറ്റവാളികളെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ഈമാനും തഖ്വയുമില്ലാതെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാതെ കളവ് പറഞ്ഞവർ, വാക്ക് ലംഘിച്ചവർ, ചതിച്ചവർ, അതുപോലെ ഉമ്മവാപ്പമാരെ പരിഗണിക്കാത്തവർ, അയൽവാസികൾക്ക് നന്മ ചെയ്യാത്തവർ, കുടുംബ ബന്ധം മുറിക്കുന്നവർ, കൃത്യമായി നിസ്കരിക്കാത്തവർ, നോമ്പെടുക്കാത്തവർ, ഹജ്ജ് ചെയ്യാത്തവർ, സകാത്ത് കൊടുക്കാത്തവർ, കഴിവനുസരിച്ച് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടതൊക്കെ കഴിവുണ്ടായിട്ട് ഒഴിച്ചു നടന്നവർ, അതുപോലെ അതാ വർഗീയത ഉണ്ടാക്കിയവർ, തീവ്രവാദം പ്രചരിപ്പിച്ചവർ, ഭീകരവാദം ഉണ്ടാക്കിയവർ, നാട്ടിൽ കുഴപ്പം കൂടിയവർ, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറഞ്ഞവർ, സയ്യിദന്മാരെ നിന്ദിച്ചവർ, പ്രായമുള്ളവരെ അവഗണിച്ചവർ, ഭാര്യയെ പീഡിപ്പിച്ചവർ, ഭർത്താവിനെ വഴിപ്പെടാത്തവർ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം കുറ്റങ്ങൾ ചെയ്തവരുണ്ടോ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കാതെ, അവിടുത്തെ അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കാതെ, അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങളെ പ്രിയം വെക്കാതെ, തോന്നിവാസം കളിയും ചിരിയുമായി പാരത്രിക ലോകം ചിന്തിക്കാതെ ജീവിച്ച കുറ്റവാളികളുണ്ടോ? ഹറാമും ഹലാലും നോക്കാതെ സമ്പാദിച്ചവരുണ്ടോ? ലഹരിക്കടിമപ്പെടുമ്പോൾ പടച്ചവൻ അനുവദിച്ചതിന് പകരം ഹറാമാക്കിയത് ഉപയോഗിക്കുന്നതിനും മടി തോന്നാത്തവരുണ്ടോ? അന്യ സ്ത്രീകളെ വിളിച്ച് ചാറ്റ് ചെയ്തും വിളിച്ചും ശല്യം ചെയ്തവരുണ്ടോ? അന്യ പുരുഷന്മാരിലേക്ക് ആകർഷിപ്പിച്ച സ്ത്രീകളുണ്ടോ? ഇങ്ങനെ ഏത് കുറ്റം ചെയ്തവരാണെങ്കിലും ഫതറൽ മുജ്രിമീൻ, കുറ്റവാളികളെ നിങ്ങൾക്ക് കാണാം. മുശ്ഫിഖീന മിമ്മാ ഫീഹി, അവരെ കിതാബിൽ രേഖപ്പെടുത്തിയ വിഷയത്തിൽ ഭയവിഹ്വലരാണവർ. കാരണം റിസൾട്ട് വളരെ മോശമാണ്, എഴുതി കാണുന്നത് വളരെ മോശമാണ്. മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുത് വലുത് ഒരൊറ്റ ഒന്നും വിട്ടുപോകാതെ മുഴുവനും റിക്കാർഡാക്കിയിട്ടുണ്ടല്ലോ അമ്മാ. ചെറിയ ഒരു കുട്ടി കാണുമെങ്കിൽ ചെയ്യാത്ത തെറ്റുകൾ രഹസ്യമായി ചെയ്തവരില്ലേ? പരസ്യമായി നല്ലത് പറഞ്ഞ് രഹസ്യ ജീവിതത്തിൽ മോശമായ ജീവിതം നയിച്ചവരില്ലേ? പരസ്യമായി തന്നെ തോന്നിവാസം പറഞ്ഞവരും പ്രവർത്തിച്ചവരുമില്ലേ? എല്ലാവരും ഭയവിഹ്വലരായി പോയി. അതേ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ. അവനവൻ പ്രവർത്തിച്ചത് അവന്റെ മുൻപിൽ അതാ ഹാജരായി കാണുന്നു. വലാ യദ്ലിമു റബ്ബുക അഹദ, തങ്ങളെ റബ്ബ് ഒരാളെയും ആക്രമിക്കൂല നബിയെ. ചെയ്യാത്ത തെറ്റൊന്നും അവരെ പേരിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കൂല. ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷയല്ലാതെ പത്തരട്ടി കൊടുക്കൂല. അതേസമയത്ത് അല്ലാഹു വലിയ കാരുണ്യമുള്ള രാജാവാണ്. ഒരു അമല് ചെയ്താൽ ചുരുങ്ങിയത് 10 ഇരട്ടി കൂലി കൊടുക്കും. തെറ്റിന് അങ്ങനെ കൊടുക്കൂല. വലിയ നീതിയുള്ള രാജാവാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സ്നേഹിച്ചു, അവനെ അനുസരിച്ചു, അവനെ അംഗീകരിച്ചു, അവരെന്റെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന നിലക്ക് നമ്മുടെ ജീവിതം നയിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരു തഖ്വയോടുകൂടിയുള്ള ജീവിതം നയിച്ച് മരിക്കാൻ ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ ദുആ ചെയ്യണം, സയ്യിദന്മാർ ദുആ ചെയ്യണം, ബീവിമാർ ദുആ ചെയ്യണം, മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ദുആ ചെയ്യണം.
വിട പറയുന്ന സമയം ആർക്കും പറയാൻ കഴിയുന്നില്ലല്ലോ. മഹാനായ ചെറിയ ഉസ്താദിക്കനെ വിട പറയുമെന്ന് ഒരിക്കലും മനസ്സിൽ തോന്നിയില്ല. പക്ഷേ അള്ളാഹു നിശ്ചയിച്ച സമയത്ത് വിട പറഞ്ഞുപോയി. അതുപോലെ നമ്മുടെ നേതാക്കൾ പലരും വിട്ടുപിരിഞ്ഞുപോയി, പ്രവർത്തകർ പലരും പിരിഞ്ഞുപോയി. വല്ലാതെ സ്നേഹിച്ചിരുന്ന, വലിയ അവലംബമായി കണ്ടിരുന്ന അവേലത്ത് തങ്ങളവറുകളും അവിടുത്തെ ബീവിയും ഒക്കെ വിട്ടുപിരിഞ്ഞുപോയി. നമ്മിൽ നിന്ന് പലരും പിരിഞ്ഞുപോയി. റബ്ബേ, അവരുടെ ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. അവരുടെ സന്താന പരമ്പരകളിലും ഞങ്ങളുടെ സന്താന പരമ്പരകളിലും നീ ഖൈറും ബർക്കത്തും ഐശ്വര്യവും ആരോഗ്യവും തഖ്വയും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട സാലിഹീകളിൽ പെടുത്തണം അല്ലാഹ്. പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് നാഫിയായ ഇൽമിനെ എത്തിത്തരണമല്ലാഹ്. ഞങ്ങൾക്കും നാഫിയായ ഇൽമു എത്തിത്തരണമല്ലാഹ്. പഠിച്ച ഇൽമു പ്രചരിപ്പിക്കാൻ ആരോഗ്യവും ദീർഘായുസ്സും തരണമല്ലാഹ്. ഞങ്ങൾക്ക് വലിയ തണലായ സുൽത്താനുൽ ഉലമയുടെ തണൽ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം ദീനിന്റെ ഖിദ്മത്തിലായി, ഉമ്മത്തിന്റെ ഖിദ്മത്തിലായി പ്രവർത്തന രംഗത്തിറങ്ങി തന്നെ കാണാൻ നീ തൗഫീഖ് തരണം അല്ലാഹ്. അവസാനം ഈമാൻ സലാമത്താക്കി ആഖിറത്ത് നന്നാക്കി മരിപ്പിച്ച് സാലിഹീകളുടെ കൂടെ, ഞങ്ങളെ സാദാത്തുക്കളുടെ കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പോകുന്ന സർവ്വ സ്ഥലങ്ങളിലും സമയങ്ങളിൽ യജമാനായ നിന്റെ സഹായവും സംരക്ഷണവും എപ്പോഴും എവിടെയും നൽകണം അല്ലാഹ്. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മുഅ്മിനീകളെയും മുഅ്മിനാത്തുകളെയും നേതാക്കളെയും പ്രവർത്തകരെയും സഹകാരികളെയും ഇവിടെ ഉറൂസിന്റെ പരിപാടികൾ ആരംഭിച്ച കാലം മുതൽ ഇന്ന് വരെ ഉറൂസിന് വേണ്ടി ആര് സഹായിച്ചോ, പ്രവർത്തിച്ചോ, സഹകരിച്ചോ, നാട്ടിലും പരിസരങ്ങളിലും ഏതെല്ലാം മഹല്ലുകളിൽ നിന്നും പുറം രാജ്യങ്ങളിൽ നിന്നും ആരൊക്കെ ഇവിടെ പങ്കെടുത്തോ, ഇനി പങ്കെടുക്കുന്നുണ്ടോ, എല്ലാവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇവിടെ കിടക്കുന്ന സാദാത്തുക്കളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ അവസരം തരണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.